ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ നമ്മളെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? ഒരു 2, 3 ദിവസത്തിന് മോളിലായി ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്. അത്ര വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു ട്ടോ. നല്ല ചുമയെന്ന് പറഞ്ഞാ മിണ്ടിയ ചുമ വരും. അപ്പം ഇപ്പഴും വലിയ കുറവൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ട് ട്ടോ. നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഡാഡി നമ്മളെ ഒന്ന് പേടിപ്പിച്ചിരുന്നു. ഡാഡിക്കൊന്ന് വയ്യാണ്ടായിരുന്നു. ആഹ് ഡാഡി ബെറ്റർ ആയിട്ടുണ്ട്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മളെ കുറച്ച് കുറച്ച് നേരം കുറച്ചധികം മണിക്കൂറുകൾ നമ്മളെ പേടിപ്പിച്ചു. ബട്ട് ഹി ഈസ് ഫൈൻ. പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. എന്നാലും റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് ട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ക്ലിൻറ്റോന്റെ കല്യാണമാണ്. അപ്പം നമുക്കത് പോണം. പുഴയോരത്താണ് ട്ടോ പരിപാടി. അപ്പം ഞാനും ഡോൺ ചേട്ടനും തോമും കൂടിയാ പോകുന്നത്. ഡിംപിള് വരുന്നില്ലാന്ന് പറഞ്ഞു. ഡാഡി എങ്ങനെയാന്ന് അറിയത്തില്ല. ഡാഡി ഇന്നിപ്പം രാവിലെ പിള്ളേരെ കൊണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞെങ്കിലും ഡോൺ ചേട്ടൻ പറഞ്ഞു വേണ്ട. ഡാഡി റെസ്റ്റ് എടുക്ക്. ഇന്നും കൂടെ ഡോൺ ചേട്ടൻ കൊണ്ടാക്കാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടൻ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി കല്യാണത്തിന് വരുമോന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഡിംപിൾ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് വരെ ഞാൻ ഈ ഒരു കല്യാണത്തിന് പോകുമ്പോൾ സാരി ഉടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഞാൻ അതിന് ഓർണമെന്റ്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഡിയുടെ ഇത് കാണിച്ചിരുന്നു. പക്ഷെ അത്രയ്ക്ക് നല്ല മൂഡല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല ചുമച്ച് വയറ് വേദന എടുക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര വയറുവേദനയാണ് ചുമച്ചിട്ട് ട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ ഇന്ന് ഭയങ്കര ഒരു മഴ ദിവസമാണ് ട്ടോ. ഇന്നലെ ഒരു 11:30 ആയപ്പം ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് വെച്ചാൽ ഒരു 1:30 കാറ്റായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴായാലും അളിപിളിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു സാരി ഉടുത്ത് വേണ്ട. പിന്നെ പ്രതീക്ഷിക്കാത്ത തോമൂന് ഇന്ന് അവധിയായി. അവരുടെ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ ആണ്. സോ സ്കൂൾ ഫുൾ ഹോളിഡേ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ആത്മയ്ക്ക് പോയപ്പോ ഇട്ട ആ ഡ്രസ്സ് അങ്ങ് ഇട്ട് അതങ്ങ് അവസാനിപ്പിക്കാം. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഡ്രസ്സാണല്ലോ. അപ്പൊ നമ്മളിവിടെ പുഴയോരത്താണ് കേട്ടോ പരിപാടി. നമ്മള് ഞായറാഴ്ചയായിരുന്നു മധുരം വെപ്പ്. അതിന് ഞാനും ഡോൺ ചേട്ടനും ഡാഡിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ PKCയുടെ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല നല്ല മഴയാണ് കേട്ടോ. ഭയങ്കര ഒരു കാലാവസ്ഥയാണ്. ഇന്നലെ ഈ പറഞ്ഞ പോലെ മറ്റേ ഭയങ്കര ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഫ്ലൈഡും മറ്റു കാര്യങ്ങളൊക്കെ. ചുമ വരുന്നോണ്ട് ഞാൻ ഉള്ളിലേക്കാണ് ഞാൻ വർത്താനം പറയണത്. പുറത്തോട്ട് ഞാൻ വർത്താനം പറയണില്ല. എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ എല്ലാവർക്കും വന്നിരിക്കുകയാണ്. ശരിക്കും ഒരു തിങ്കളാഴ്ച നമ്മൾ ശരിക്കും പേടിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ബട്ട് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു എന്താ പറയുക തെളിവായിരുന്നു മൺഡേ. ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളത് മനസ്സിലായി ട്ടോ. അപ്പൊ അങ്ങനെ ഡാഡിയും പേടിച്ചു എന്ന് തോന്നുന്നു. ഡാഡി ശരിക്കും പേടിച്ചു. പേടിച്ചു എന്ന് തോന്നുന്നല്ല, ഡാഡി ശരിക്കും പേടിച്ചു. അങ്ങനെ പിള്ളേരും പേടിച്ചു. ശരിക്കും പേടിച്ചത് പാച്ചുവാണ് കേട്ടോ. പാവം. അപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല എല്ലാവർക്കും കൊടുക്കാൻ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. റെഡി ആയിട്ട് നിൽക്കട്ടെ. ഇല്ലെങ്കിൽ അപ്പനും മോനും വന്നിട്ട് പോവാം എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നും മെനയാവണം. ആകെ ഉറക്കം പിടിച്ച പോലെയാണ് മോന്തിരിക്കണത്. അതിൽ നിന്ന് നമുക്ക് മോചനം നേടാം. പിന്നെ പറ്റിയാൽ ഞാൻ 2 ദിവസം സൺഡേ എടുത്ത് വെച്ച കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. കാരണം ഡോൺ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. ഞാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യും ട്ടോ. അപ്പോൾ 2, 3 ദിവസം ഒരു ബ്രേക്കായി. എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഇനി പൂർവാധികം ശക്തിയോടെ വരാം. നമ്മളെ തന്നെ സ്ട്രോങ് ആക്കിയിട്ട് മടിയൊക്കെ മാറ്റിയിട്ട് മുന്നേറണം എന്ന് ഞാൻ ആഞ്ഞും പ്രഖ്യാപിക്കണില്ലേ. എപ്പോഴും അടി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. വേണ്ട. ഞാൻ പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. വോയിസ് മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു 10 കുര കുരച്ചിട്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് കൊടുത്തിരുന്നത്. അപ്പം അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന ദിവസങ്ങളിലായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും ട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ട്ടോ. അപ്പൊ വേഗമായി നമുക്ക് പോയി റെഡി ആവാം ട്ടോ. പറ്റിയാൽ റെഡി ആവുന്ന ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ദേ ഞാൻ കോസ്റ്റ്യൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ ഈ ഡ്രസ്സ് ഇടുക കേട്ടോ. കാരണം ഭയങ്കര ക്ലോസ്ഡ് നെക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ നമ്മളിടുന്ന മേക്കപ്പുകളൊക്കെ അങ്ങ് ടപ്പട്ടപ്പട്ടേന്ന്
വലിച്ചിങ്ങനെ ഇറക്കുമ്പോൾ എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഡ്രസ്സ് ഇട്ടു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഡ്രസ്സ് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തോ എനിക്ക് വണ്ണം ഇല്ലെന്നല്ല, എനിക്ക് വണ്ണം ഉണ്ടെങ്കിലും ഇതിടുമ്പോൾ ഒന്ന് ബോഡി ഒന്ന് ഷേപ്പായി, ചിലപ്പം നല്ല ഫിറ്റ് കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് തോന്നാവാം എനിക്ക്. ബട്ട് കളറും എല്ലാം കോമ്പിനേഷനൊക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് ബേസിക് മേക്കപ്പ് ഇട്ടിട്ട് പോകാൻ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അധികം മേക്കപ്പ് വാരി പൊത്തി പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആദ്യം ഞാൻ പോകണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ആൻറ്റിയും വന്ന് കാര്യമായിട്ട് വിളിച്ചു, ക്ലിൻഡോയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പോവാമെന്ന് വിചാരിച്ചു. നമ്മൾ ആരും പോകാണ്ടിരുന്നാൽ അവർക്കത് വിഷമം. പുറവെ നമ്മുടെ നെയ്ബേഴ്സാണ്, നമുക്ക് എന്താവശ്യം വന്നാലും ഒന്ന് ചെല്ലാൻ പറ്റുന്നൊരു വീടാണ്. സോ ഞാൻ ഓർത്തു പോവാം, ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. അപ്പം ഈ ഒരു പൗച്ച് എൻ്റെ ഒരു മേക്കപ്പാണോ ഹാൻഡ് ബാഗ് ഓർഗനൈസേഴ്സ്, ഹാൻഡ് ബാഗിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ച ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വേണ്ട അത്യാവശ്യമായ സാധനങ്ങൾ ഇതിനകത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ബേസ് ഇടണം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയൊരു നമ്മുടെ റെനയുടെ ബോളിവുഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈൻ ലൈൻ റിഡക്ഷൻ ചെയ്യുന്നൊരു ക്രീം എന്ന് വേണമെങ്കിൽ, ഒരു ബേസ് നമ്മുടെ പ്രൈമർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെനയുടെ ഒരു ക്രീമാണ് കേട്ടോ. ഭയങ്കര നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ ആ ഡോട്ട്സൊക്കെ പോകും. ഇന്ന് വീഡിയോയിൽ ഒരു പതർച്ച കാണും, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ കുറച്ചെടുത്തിട്ട് 1 മിനിറ്റ് എനിക്കൊന്നും നല്ല സ്മെല്ലാണ് കേട്ടോ, കഴിക്കാൻ തോന്നും. നമ്മുടെ ഈ ബബിൾക്കൊക്കെ കഴിക്കില്ലേ അതുപോലെ. ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് എനിക്ക് ബബിൾക്കം തിന്നാനൊരു ആഗ്രഹം, എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു മണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ചുരിദാറിൻ്റെ പ്രത്യേകത ഇവിടെയും കൂടെ മാത്രം മേക്കപ്പ് ഇട്ടാൽ മതി, ചുറ്റും മേക്കപ്പ് ഇടണ്ട, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര അനീവനായിട്ട് നിൽക്കും. ഇവിടെ നല്ല ബ്രൈറ്റും താഴെ നല്ല കറുത്തും ഇരിക്കും കേട്ടോ. വേഗം മേക്കപ്പ് ഇട്ടിരിക്കുമ്പോൾ ഓൾറെഡി 12 ആയി. പള്ളിയിൽ പോകാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടോൺചേട്ടൻ ജസ്റ്റ് തല കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ടോൺചേട്ടൻ തോമ്പും പുറത്ത് പോയേക്കാം, അപ്പോൾ അവിടെ ജസ്റ്റ് തല കാണിച്ചിട്ട് വന്നേക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് തോമു വന്നിട്ടുണ്ട്, ഞാൻ വേഗം ചെയ്തിട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഫൗണ്ടേഷനാണ് കേട്ടോ. അത് ഫേസസ് കാനഡയുടെ ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ. സൂപ്പറാണ് കേട്ടോ. 33 ആണ് എൻ്റെ ഷെയ്ഡ്. ഫുൾ മേക്കപ്പ് ലുക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും ഡോൺ ചാടനും തോമും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇനി വീഡിയോ എടുക്കാൻ നിന്നാൽ പണി കിട്ടും, സമയവും വൈകുമെന്ന് വിചാരിച്ചിട്ട് വേഗം ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ പുഴയോരത്ത് പോയി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവരുടെ മനസ്സമ്മതമൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്റ്റാബ്ലിഷ് ആയി കുറേ ഹാളുകളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുഴയോരം ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇഷ്ടം പോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വെഡ്ഡിങ് ഈവൻ്റ് അന്ന് നമുക്ക് മധുരമപ്പിൻ്റെ അന്ന് PKCയുടെ ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ കല്യാണത്തിനും PKCയുടെ തന്നെ ഫുഡാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ കഴിയാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലിൻഡോൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മിററിലൂടെ എന്നെ കണ്ടപ്പം എനിക്ക് കുറച്ച് ഇഷ്ടമായി, കുറച്ചല്ല കുറച്ചധികം എനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സും വെൽക്കം ഡ്രിങ്കും ഒക്കെ കുടിച്ചിട്ട് ഹാളിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ സെറ്റപ്പ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ആയിക്കോട്ടെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റേജിൽ ബട്ടർഫ്ലൈ വെച്ചിട്ട്. പിന്നെ ആ ഹാളിനോട് ചേർന്ന് തന്നെയായിരുന്നു നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സും വരുന്നത്. അതും കുറച്ച് വലിയ ഹാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ തൃശ്ശൂരൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാള് തപ്പി നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ PKCയുടെ ഫുഡായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ റിജോ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. PKCയുടെ ആളാണ്. അപ്പം എനിക്ക് പരിചയം റിജോ ചേട്ടനെയാണ് കേട്ടോ. ഇവർ വേറെ കുറേ പേരുണ്ടെന്നാണ് ഡോൺ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അറിയില്ല. നമ്മുടെ പരിപാടിക്ക് ഇവിടെ റിജോ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ ഹാള് പറഞ്ഞ പോലെ തന്നെ PKCയുടെ ഫുഡ് അത് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. നമ്മുടെ ഒട്ടുമിക്ക പരിപാടികളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PKCയുടെ ഫുഡാണ്. എനിക്ക് ഒരു 5 ഇയേഴ്സ് ആയിട്ടുള്ള
ഒരു ഇതാണ് കേട്ടോ. അപ്പം കുറേ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ ആകർഷിക്കാൻ പോപ്കോണ്, മറ്റേ കോട്ടൺ ക്യാൻഡി അതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഒക്കേഷൻ വീട്ടിൽ വരുന്നുണ്ട്, വീട്ടിലെ ഫംഗ്ഷൻ ആണെങ്കിൽ എവിടെയാണെങ്കിലും അവരത് അടിപൊളിയാക്കി തരും കേട്ടോ. പെരുന്നാൾ ഫുഡൊക്കെ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് നമ്മളിത് പറയത്തില്ലേ, നമ്മൾ അവരെ ഏൽപ്പിച്ച അവരത് ഭംഗിയിൽ സെറ്റ് ചെയ്തോളൂന്ന്. അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മളെ ട്രസ്റ്റ്. ഡോൺ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇവൻറ്റ്സ് ചെയ്യുമ്പോൾ തൊട്ടുള്ള പരിചയമാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. ചേട്ടനായിട്ട് നമുക്ക് സംസാരിക്കാനും ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യും, കാര്യങ്ങൾ അന്വേഷിക്കും. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ഒരുമിച്ചാണ്. അപ്പോൾ ആൻറ്റി ടിപ്പ് ടോപ്പിൽ വന്നിരിക്കുകയാണ്, കല്യാണമൊക്കെയല്ലേ. അങ്ങനെ ദേ ഇവരുടെ കൗണ്ടറാണ് കേട്ടോ. ഓരോ കൗണ്ടേഴ്സ് ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇവരുടെ ഒരു ഫുഡിൽ നിന്നാണ് നമ്മുടെ കോവയ്ക്ക ഫ്രൈ കഴിച്ചു തുടങ്ങി കേട്ടോ. നിങ്ങൾ ഫുഡ് ഇവരുടെ നിന്ന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോവയ്ക്ക ഫ്രൈ മസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ. കോവയ്ക്കയും നമ്മുടെ കപ്പലിൻ്റെ ഇട്ടിട്ടുള്ള ഒരു ഫ്രൈ ആണ്, തേങ്ങാപ്പീരയൊക്കെ ഇട്ട്, തേങ്ങയാന്ന് തോന്നുന്നു. പക്ഷേ അട്ടാറ് ടേസ്റ്റാണ്, മാങ്ങാച്ചാറ്. എനിക്കിപ്പോൾ കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടെ ആയപ്പോൾ അങ്ങ് തൊണ്ടയുടെ ഇവിടം വരെ അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സാലഡ്സ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ കോവയ്ക്ക ഫ്രൈ ഇതാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഞാൻ ആദ്യം കഴിക്കുന്നത് PKCയുടെ ഫുഡിൽ നിന്നാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. പക്ഷെ എനിക്ക് തോന്നി, കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എവിടെ നല്ല ഫുഡ് കിട്ടും എന്നിങ്ങനെ ആലോചിച്ചും അന്വേഷിച്ചും സ്റ്റിൽ ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാവുന്നത് നമ്മൾ നിങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് പോർക്ക് കല്യാണം വരട്ട് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് തന്നെ കല്യാണ വരട്ട്. തൃശ്ശൂരുകാർക്ക് പോർക്കില്ലാതെ ഒരു പരിപാടിയില്ല. ഇവരുടെ പോർക്കും അടിപൊളിയാണ് കേട്ടോ. പോർക്ക് ചിക്കൻ റോസ്റ്റ്, അയ്യോ എൻ്റെ ദൈവമേ അടിപൊളിയാണ്. മീൻ വറ്റിച്ചതുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല എല്ലാ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. വർക്കേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും വളരെ എന്താ ഭംഗിയിൽ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ജോയ്സ് ആൻറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പാച്ചുവിനെ പിക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡാഡീനെ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ റെസ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഡാഡിയോട് പോകണ്ട, ഞങ്ങൾ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ടൈമിൽ തന്നെ 2 മണിയാകുമ്പം പോയി പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ക്ലിൻറ്റോൻ്റെ വൈഫും. അപ്പം അവർക്ക് നല്ലൊരു ലൈഫ് വിഷ് ചെയ്യാണ് ഞാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അതിലേക്ക് നമ്മുടെ പുത്തൂർ റോഡിൽ കൂടെ ഇങ്ങോട്ട് വന്നു. ഇപ്പുറത്തെ ചാടി നമ്മുടെ ഹൈലൈറ്റ് മോളിലെ റോഡിൽ കൂടെ കയറി നേരെ ഇനി പാച്ചുവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് പാച്ചുവിനെ പിക്ക് ചെയ്യാൻ വേണം, വീട്ടിലെത്തുകയും വേണം. അതിൻ്റെ ഇടയ്ക്ക് ചോയ്സിലൊന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പാലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നടത്തണം. ചാക്കോനെ അടുത്ത ട്രിപ്പ് ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴേ കൊണ്ടുവരുള്ളൂ കേട്ടോ. അവനിപ്പോൾ ഉറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ എഴുന്നേൽക്കുള്ളൂ. നമ്മൾ 3 മണിക്കൊക്കെ പോകുമ്പം അവനെ ആ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. അവൻ്റെ സ്ലീപ്പും ആകെ പ്രശ്നമാവുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു 3:45 ഒക്കെ കഴിയുമ്പോഴേ ഡോൺ ചേട്ടൻ പോളി. ഇന്നലെ ഡോൺ ചേട്ടൻ ഒരുപാട് ലേറ്റായി. ഞാൻ ദേഷ്യപ്പെട്ടു. കാരണം വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. കാരണം കുഞ്ഞല്ലേ, അവനെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു 4:45 ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ കുട്ടി 5 മണിയായി. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി, കുഞ്ഞല്ലേ. അങ്ങനെ ഞങ്ങൾ ദേ ഫസ്റ്റ് സ്കൂളിലെത്തി. മേരി മാമിനെയൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞു. തോമുന് ഭയങ്കര ഇഷ്ടമാണ് പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പം മേരി മാമിൻ്റെ കൂടെ പാച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്തു കേട്ടോ. അപ്പം മാമിനെയും കണ്ട് ഞാൻ സംസാരിച്ചു. ഡോണൂന്ന് വിളിക്കേ, ഡോണങ്ങളെ. ഓ നീ വിളിക്കണ്ട, പാച്ചു വിളിച്ച് കേൾപ്പിച്ചേ. എന്റെ രക്ഷ അയ്യോ அப்படியா சாமதே அப்படியா സാമതേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡോൺ ചേട്ടൻ സൺഡേ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല 2 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും മെനക്കെട്ട് എനിക്ക് എടുത്തു തന്ന ആളല്ലേ, അത് വെറുതെ ഡിലീറ്റ് ചെയ്താൽ ഇനി എടുത്തു തന്നില്ലെങ്കിലോ, ചുമ്മാ പറഞ്ഞാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ ഫുഡ് വന്നപ്പോൾ ചാക്കോച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമുക്കുട്ടനെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ മാർക്കറ്റിലെത്തി സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത്.
തോമു സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും, ചാക്കോ സ്നേഹത്തോടെ ഒരൊറ്റ തള്ളു വെച്ച് തരും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ മാർക്കറ്റിൽ പോയുള്ള റൊട്ടീൻ അറിയാമല്ലോ. ആദ്യം മീൻ മേടിക്കാൻ പോവും, പിന്നെ ബീഫ് മേടിക്കാൻ പോവും, പിന്നെ ചിക്കൻ ഓർഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും പോയി. തോമു എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും മാർക്കറ്റിൽ പോകുന്നത്. ചാക്കോ ഒരു സ്ഥിരം സന്ദർശകനായി. കാരണം അത് അപ്പയുടെ കൂടെ പോകുമ്പോൾ നല്ല ചായയും പഴംപൊരിയും കഴിക്കാനുള്ള കൊതിയിൽ പോകുന്നത്. നമ്മുടെ ബനീഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നല്ല ചുമ വരുന്നുണ്ട്. അവിടുന്ന് അവർ നേരെ പോയത് റിലയൻസിലേക്കാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോയേക്കാണ് കേട്ടോ. ചേട്ടനും അനിയനും കൂടെ കൈ പിടിച്ച് പോവുകയാണ്. എത്ര നേരത്തേനാണെന്ന് അറിയില്ല. ചാക്കോയ്ക്ക് അങ്ങനെ കൈ പിടിച്ച് നടക്കുന്നതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അവന് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ വണ്ടിയൊക്കെ വരുന്ന കാണുമ്പം വേണമെങ്കിൽ ഒന്ന് കൈ പിടിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ റിലയൻസിൽ പോയും ഇവർക്ക് നല്ല ശീലമാണ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ടുപോകാറില്ല. ചാക്കോ ഇപ്പോൾ അപ്പയുടെ കൂടെ പോകുമ്പോൾ പോവാറുണ്ട് കേട്ടോ. അത് കണ്ടോ ചാക്കോ കാണിക്കുന്നുണ്ടോ? നമ്മുടെ വിചാരം ചാക്കോ പാവാന്ന്. ഒരിക്കലുമല്ല. ചാക്കോ തോമുവിനെ നല്ലപോലെ എടുത്തിട്ട് അലക്കാറുണ്ട് കേട്ടോ. തോമു അങ്ങനെ എടുത്തിട്ട് അലക്കാറില്ല. ദേഷ്യം വന്നാൽ തിരിച്ചൊരെണ്ണം വേണേൽ കൊടുക്കാം എന്നുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഉപദ്രവമൊന്നും ഇല്ല കേട്ടോ. നോക്കിക്കോളും. അപ്പം പറഞ്ഞിട്ട് പാലെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലൊക്കെ വാങ്ങിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെയിൻലി പിള്ളേർക്കുള്ള സ്നാക്സ് വാങ്ങിക്കാനാണ്. ബിസ്ക്കറ്റ്സ് ഇവിടെ എല്ലാവരും ചായയുടെ കൂടെ ബിസ്ക്കറ്റും റസ്ക്കും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതും കൂടെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒറ്റ പോക്കിൽ കാര്യം നടക്കും. അല്ലെങ്കിൽ ഓരോ ട്രിപ്പായിട്ട് പോകുന്നതിനേക്കാളും ബെറ്റർ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറിയാൽ കുറച്ചും കൂടെ ഈസിയാണ്. ദേ അനിയനെയും കൊണ്ട് ചേട്ടൻ വരാണ് കേട്ടോ. തോമുന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്തോ ഭയങ്കര ഒരു കാര്യം ചെയ്യുന്ന പോലെയാണ്. നമ്മളും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് ചാക്കോ ഇടയും. അപ്പോൾ ഇടഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ചിലപ്പോൾ അവൻ്റെ തലയുടെ മണ്ടയ്ക്കിട്ടൊന്നും കൊടുത്തെന്ന് പറയും. ചാക്കോ പറയും തലയുടെ മണ്ടയ്ക്കിട്ട് ഞാൻ അടിക്കും എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവരുടെ കറക്കമൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പരിപാടി. സോറി. ഞാൻ രാവിലെ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിലും പിന്നെ അങ്ങ് നിർത്തി. എന്താണെന്നറിയില്ല. പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സൺഡേ ശരിക്കും ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു. പിന്നെന്താ പറയുക, ഈ ചുമയും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ നാളെ പറ്റിയാൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. കീപ് സപ്പോർട്ടിങ്.